നല്ല പടം നല്ല പടം. എന്താ ആ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആള്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം കണ്ടിരിക്കാം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. കുറേയൊക്കെ സത്യം തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നെ ചിരിക്കാനും അത്യാവശ്യമുണ്ട്. ആ ഒരു എന്താണ് ആ ഗ്രാമത്തിൻ്റെ ആ ഫീലും അതിനകത്ത് കിട്ടുന്നുണ്ട്. അത് തന്നെ അത് തന്നെ. അല്ല, ഇത് ആക്ച്വലി ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അത് ക്ലീനായിട്ട് ആക്ച്വലി സലീം ഹസൻ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും അതിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും കാണിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി കുറേ സങ്കടമുണ്ട് ആക്ച്വലി, അതേപോലെ അതിൽ കോമഡിയും ഉണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാം. സൂപ്പർ പടമാണ്. അതിൽ ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്, ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീന്. പക്ഷേ ഈ പടം വിജയിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കും. അതെ അതെ, നല്ല കോമഡിയാണ്, നല്ല സിനിമയാണ്. എല്ലാവരും ഇഷ്ടമാണ്, അതിലെല്ലാവരും ഇഷ്ടമാണ്. അത് ഞാൻ മൊബൈലിനകത്തായാലും അവരെ മറിമായ കോമഡി അത് ഞാൻ കാണുന്നതാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. ആ അതെ, നല്ല കോമഡി, നല്ല ഇതാണ്. പടം വിജയിക്കും. മൂവി ഫുള്ള് നല്ല കോമഡിയാണ്. അത്യാവശ്യം നന്നായി ചിരിക്കാനുണ്ട്. സാധാരണക്കാർക്ക് പറ്റി കാണാൻ പറ്റിയിരുന്നു. മർമായ സ്റ്റൈലാണ്. നടക്കുന്ന കുസൃതികൾ, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പാരയില്ലേ, ആ പാര സുന്ദരമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ പാര പരാജയപ്പെടുത്തുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ സിനിമ കാണണം. എല്ലാ നാട്ടിലും നടക്കുന്ന സംഭവം തന്നെയാണ് കാണിച്ചേക്കണം. സാധാരണ നടക്കുന്നുണ്ട് എവിടെയും. ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്. എന്തെങ്കിലും നല്ലത് വരാൻ പോയാൽ തടസ്സം വെക്കുക, അതിന് പാര വെക്കുക, അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് ക്ലൈമാക്സ് ചിരിയാണ്. സാധാരണ ക്ലൈമാക്സ് നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കൂലേ, ഇതല്ല, ക്ലൈമാക്സിലും ചിരിയാണ്. നല്ല രസമായിട്ടുണ്ട്. മറിമായത്തിൻ്റെ 10 മറിമായമാണ് ഇത്. ഇതിനെ മറിമായം എന്ന് പറയാൻ പറ്റില്ല, മറിമായോ എന്ന് പറയണം. കാരണം അതിനെ കവച്ച് വെച്ച് രസമായിട്ടുണ്ട്. ഒരുപാട് മെസ്സേജസ് ഉണ്ട് ഇതിനകത്ത്. ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നില്ലേ, ഉടനെ വരണം. അടുത്ത സിനിമക്ക് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു നമ്മൾ. കാരണം ഇത് വിജയമാണ്, തർക്കമില്ല. കരുതി നിങ്ങൾ കാണണം, ആസ്വദിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് മെസ്സേജസ് ഉണ്ട് അതിനകത്ത്. നിങ്ങൾ കാണണം. അപ്പോൾ 2 മണിക്കൂർ 100% ആസ്വദിക്കാനുണ്ട്. നഷ്ടമാവില്ല. അപ്പോൾ സമയം പോയി എന്നൊരു തോന്നലുണ്ടാവില്ല, അത് ഉറപ്പാണ്. തർക്കമില്ല. കരുതി ആ സാധനം അങ്ങനെ തന്നെ ഉണ്ട്. അത് ഏതാണ്ട് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. സംഭവങ്ങളാണ് ഒരു ഗ്രാമങ്ങളിൽ നടക്കുന്ന സംഭവം. ആ ഗ്രാമാന്തരീക്ഷം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചെറിയ സംഭവങ്ങളും അതിനെ കോർത്തിണക്കിക്കൊണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒരു 150ഓളം പേര് ആക്ടേഴ്സ് ഉണ്ട്. 1-2 പേരൊന്നും അല്ല, 150ഓളം ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ അത് കോർത്തിണക്കി നല്ല രീതിയിൽ ചെയ്തപ്പോൾ അത് നല്ല ചിത്രമായി മാറി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളൊരു കൊട്ടായിട്ട് തോന്നിയത്? അങ്ങനെയില്ല, ആരുടെ പേര് പറയുന്നില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും അതാരായിട്ടും നമുക്ക് തീരുമാനിക്കാം. അല്ലാതെ ആരുടെ കൊടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞോ ആരെ ആക്ഷേപിക്കുന്നില്ല. ഒരു സാധാരണ ചിത്രം, അത്രയും.